ഏതെങ്കിലും വിദേശ രാജ്യത്തെ കെട്ടിടമല്ല, പാലക്കാട്ടെ മെഡിക്കൽ കോളേജാണ്. 10 വർഷമായി ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടമുണ്ട്. മെഡിക്കൽ കോളേജ് എന്നൊക്കെയാണ് പുറത്തേക്ക് പറയുന്നത്. പക്ഷെ കാര്യമായ ചികിത്സയൊന്നുമില്ല. കാഷ്വാലിറ്റി ഇതുവരെയും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉദ്ഘാടന മഹാമഹങ്ങൾ നടക്കാറുണ്ടെങ്കിലും തുടങ്ങിയ കിടത്തി ചികിത്സ വരെ നിർത്തി. കെട്ടിടമുയർന്ന് 10 വർഷമായിട്ടും കാഷ്വാലിറ്റി പോലും ഇല്ലാത്ത അപൂർവം മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണിത്. സ്ഥിര ജീവനക്കാരില്ല, ആവശ്യത്തിന് താൽക്കാലിക ജീവനക്കാരുമില്ല. അങ്ങനെ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതാണ് ഈ മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും വലിയ ശാപം. ഒരുപാട് പ്രത്യേകതകൾ ഇവിടെയുണ്ട്. ആവശ്യത്തിന് അധ്യാപകരില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ മാത്രം 4 പ്രൊഫസർമാരുടെയും 6 അസോസിയേറ്റ് പ്രൊഫസർമാരുടെയും 4 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെയും കുറവുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജിനുള്ളിൽ ഒരാൾക്കൊരു അപകടം പറ്റിയാൽ കൊള്ളാവുന്ന വേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. പാലക്കാട്ടുകാർക്ക് സ്വന്തമായിട്ടൊരു മെഡിക്കൽ കോളേജ് ഉണ്ട് എന്ന് പറയാമെങ്കിലും വിദഗ്ധ ചികിത്സ വേണമെങ്കിൽ ഇന്നും കോയമ്പത്തൂരിനെയോ തൃശ്ശൂരിനെയോ ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലാണ്. പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ നടത്തുന്ന എല്ലാ നിയമനങ്ങളിലും 75% നിയമനം പട്ടികജാതി വിഭാഗത്തിന് സംവരണം ചെയ്യണമെന്ന കേന്ദ്ര പട്ടികജാതി കമ്മീഷന്റെ നിർദ്ദേശം ഇവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനങ്ങൾ കൊണ്ടുള്ള നിയമനങ്ങളാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഭൂരിഭാഗവും ഉണ്ടായിട്ടുള്ളത്. ഒടുവിൽ സഹികെട്ട് ഈ അനീതികളൊക്കെ കണ്ട് മടുത്ത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. എന്നിട്ട് ഇപ്പോഴും പഴയപടി തന്നെയാണ് കാര്യങ്ങൾ. 5 ബാച്ചുകൾ ഇവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി. ആവശ്യത്തിന് അധ്യാപകരില്ല, പഠന സൗകര്യങ്ങളില്ല, മെഡിക്കൽ സാങ്കേതിക സൗകര്യങ്ങളുടെ അപര്യാപ്തത, അങ്ങനെ ഇല്ലായ്മകളുടെ ഒരു നീണ്ട ലിസ്റ്റേ അവർക്കും പറയാനുള്ളൂ. ഈ മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ വെച്ച് ഒരു അപകടം നടന്നു എന്നിരിക്കട്ടെ. നേരെ ആ രോഗിയെ കൊണ്ടുപോവുക ജില്ലാശുപത്രിയിലേക്കാണ്. ഇങ്ങനെ കടന്നാൽ മതിയോ നമ്മുടെ ആധുനിക സംവിധാനമുള്ള ഈ മെഡിക്കൽ കോളേജ്? മൽഗോഷി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.